ജോസിന്റെ നേരെ ഒന്നിങ്ങനെ കൈ ചൂണ്ടിയാൽ പിറ്റേന്നൊരു ശവം ഉറപ്പാ. നമ്മളെ അറിയില്ലേ സാറേ? അറിയും. പിന്നെന്താ വില വെക്കാത്ത പോലെ പോണത്? ജോസ് ചാവൂന്ന് കരുതിയല്ലേ? വരണ വഴിയാ മുറിച്ചിട്ടാ മുറി കൂടണ സൈസാ ജോസ്. 3 മാസം ആശുപത്രി കിടന്നപ്പോ 10 കിലോ കൂടി. കൊള്ളാം. കഴിഞ്ഞില്ല. ഇവന്റെ കൈ ഒടിച്ചൊരു പോക്കിരിനെ നിങ്ങൾ കൊണ്ടു നടക്കണില്ലേ? സേതുമാധവൻ. അവനെ ഞാൻ നുറുക്കും. കൈ 2 ഇവന്, ശരീരം ആ പോലീസുകാരൻ തന്തയ്ക്ക് കൊടുക്കും. തല നിങ്ങളെ ഫോട്ടോസിൽ അയച്ചു തരും. എന്നിട്ട് ജോസിനെ കോടതി കയറ്റി ഉണ്ടാക്കാമെന്ന് നിങ്ങൾ നോക്ക്. കീരിക്കാടൻ ജോസ് എന്ന സ്റ്റേജ് നാമത്തിൽ അറിയപ്പെടുന്ന മോഹൻരാജ് 1951 ജനനം. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് അസിസ്റ്റൻ്റ് ഓഫീസറായിരുന്നു കീരിക്കാടൻ ജോസ് എന്നറിയപ്പെടുന്ന മോഹൻരാജ്. 3-ാം മുറ, കിരീടം, അർത്ഥം, നാഗപഞ്ചമി, ഏയോട്ടോ, വ്യൂഹം, രാജവാഴ്ച, ഒളിയമ്പുകൾ എന്നിങ്ങനെ നിരവധി മലയാളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കിരീടം എന്ന് പറയുന്ന മോഹൻലാൽ സിനിമയിലായിരുന്നു കീരിക്കാടൻ ജോസിനെ മലയാളികൾക്ക് കൂടുതലും ഇഷ്ടമായത്. ശക്തമായ വില്ലൻ കഥാപാത്രമായിരുന്നു കീരിക്കാടൻ ജോസ് അഭിനയിച്ചത്. കുറച്ചു നാളുകൾ സിനിമയിൽ നിന്നും വേറിട്ട് നിന്ന അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടിരുന്നു. കാലഘട്ടം മാറുന്നതിനനുസരിച്ച് കോമഡി കഥാപാത്രങ്ങളും നിരവധി അഭിനയിച്ചിട്ടുണ്ട് കീരിക്കാടൻ ജോസ്. 6 അടിക്ക് മുകളിൽ ഉയരവുമുള്ള ഒത്ത ശരീരവുമുള്ള കീരിക്കാടനെ കാണുമ്പോൾ മലയാളി പ്രേക്ഷകർക്കെന്നും വില്ലൻ തന്നെയാണ്. സിനിമയിൽ നിന്നും വേറിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. മലയാളം സിനിമ ഇൻഡസ്ട്രിക്ക് ഒരുപാട് നിരവധി വില്ലന്മാരെ നഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇതാ കീരിക്കാടൻ ജോസും വേർപിരിഞ്ഞിരിക്കുകയാണ്. വേദനയായ വാർത്തയാണ് ഈ അടുത്ത് അറിയാൻ കഴിഞ്ഞത്. കീരിക്കാടൻ ജോസ് മരണപ്പെട്ടിരിക്കുന്നു.